നമസ്കാരം. ഇതൊരു ടീച്ചർ അവളുടെ ഭർത്താവിൻ്റെ ബന്ധുവായിട്ടുള്ളൊരു പെൺകുട്ടിയായിട്ടുള്ള അവിശുദ്ധ ബന്ധം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതിൽ വിശുദ്ധിയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ അഡ്വാൻസ് പറയാം. ഞാൻ ആരെയും വഴിതെറ്റിക്കാനോ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണമെന്നോ അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ഇതിലില്ല. പക്ഷെ കളി നടക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരാളെ വഴിതെറ്റിക്കാനല്ല, ഇതൊക്കെ ഒന്ന് ഇതിലെ ഇതിലെ വിടുക, അത്രേ ഉള്ളൂ. ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഇതൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ സംഭവം എറണാകുളത്താണ്. ഈ പെണ്ണ് +2 അധ്യാപിക. ഒരു 25-26 വയസ്സുണ്ടാവും. അത് എറണാകുളത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് എന്ന് വെച്ചാൽ സിറ്റിയിൽ നിന്ന് വലിയ ഔട്ടല്ല, സ്വന്തം വീട്, അത് ഭർത്താവിൻ്റെ വീട്. ഇവളവിടെ ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറാണ്, +2. അപ്പോൾ ഇവളുടെ ഹസ്ബൻഡ്, അപ്പോൾ ഇവളുടെ സ്വദേശം തൃശ്ശൂർ ജില്ല. ഇവളുടെ ഹസ്ബൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർവീസിലാണ്. ഈ പോണ്ടിച്ചേരി ഇങ്ങനത്തെയൊക്കെ ഭരിക്കണ ഇതില്ലായിരുന്നു, അങ്ങനത്തെ മിനിസ്ട്രീൻ്റെ കീഴിലാണ്, വെൽഫെയർ ഓഫീസറാണ്. അപ്പോൾ ഇവൻ പോണ്ടിച്ചേരിയിലായിരുന്നു. പിന്നെ അവന് ട്രാൻസ്ഫർ വരുന്നത് ദാമൻ ദിയു എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രഭരണ പ്രദേശമുണ്ട്, അത് ആ ഗുജറാത്ത് സൈഡിലെവിടെയാണ്, അവിടെയാണ് വർക്ക് ചെയ്യണം. നിർഭാഗ്യവശാൽ അവനും പരിപാടിക്ക് വലിയ ത്രില്ലുള്ള ആളല്ല. ഈ പെണ്ണാണെങ്കിൽ അസാമാന്യ കാമുള്ള പെണ്ണാണ്. ഞാൻ പറഞ്ഞില്ല, ചില സ്ത്രീകൾ, അതായത് ഞാൻ പറഞ്ഞു വരുന്ന സംഭവങ്ങളൊക്കെ ആരെയും വഴിതെറ്റിക്കാനല്ല, ഇങ്ങനെയും കുറച്ച് ആൾക്കാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അതായത് ഇതൊന്നും ഒരു പുതുമയല്ല, നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളൊരു ഉദ്ദേശം മാത്രം, നിങ്ങളെ അറിയിക്കണ ഉദ്ദേശം മാത്രം എനിക്കുള്ളൂ. അപ്പോൾ ഇവനവിടെ ജോലി, ഇവന് പണിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ മാസം കൂടുമ്പോഴൊക്കെ വരുള്ളൂ. അപ്പോൾ ഇവൾക്ക് അത്രയും നല്ലത് ഇവള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ ഒരു ബന്ധു ഇടുക്കി ജില്ലയിലാണ് താമസിക്കണം. അപ്പോൾ അവിടുത്തെ പെൺകുട്ടിക്ക് എറണാകുളത്ത് ഒരു കോഴ്സിന് ചേർന്നപ്പോൾ ഹോസ്റ്റലൊന്നും അന്വേഷിക്കണ്ട, ഇവരുടെ അടുത്താക്കി. നല്ല സുന്ദരിയായിട്ടുള്ള പെണ്ണ്, അവൾക്കും ഒരു 23 വയസ്സൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടാളും ഒരു മുറിയിലാണ് കിടക്കണത്. ഭയങ്കര കമ്പനിയായി ഇവർ തമ്മിൽ. അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമാണ്, ബെഡ്റൂമിൽ തന്നെയാണ്, സൈഡിൽ തന്നെയാണ് കുളിമുറി. ഇപ്പോൾ രാവിലെ പോകാൻ നേരത്ത് ഈ പെണ്ണ് ഡ്രസ്സൊക്കെ മാറി വെറും ഷഡ്ഡി മാത്രം ഇട്ടിട്ടൊക്കെയാണ് ഈ ടീച്ചർ ബാത്റൂമിലേക്ക് പോവുക. ഒടുക്കത്തെ ഷേപ്പാണ് ടീച്ചറിന്, അത്യാവശ്യം ഉണ്ട് എല്ലാം, നല്ല വെളുത്തിട്ടാണ്. അപ്പോൾ ഈ പെണ്ണ് ഇങ്ങനെ നോക്കും, എന്തൊരു വികാരം അവൾക്ക് ഉണ്ട് ഇതിനെ കാണുമ്പോൾ. അതേപോലെ തന്നെ ഇവളും വസ്ത്രം മാറുമ്പോൾ ടീച്ചറും നോക്കുന്നുണ്ട്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവർ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ആരും കയറി ഹെഡിയല്ല, ഇവർ കട്ടിലാണ് കിടക്കുന്നത്. അങ്ങനെ രാത്രി ടീച്ചർ നെടുവീർപ്പിടുന്ന സൗണ്ടൊക്കെ മറ്റവൾ കേൾക്കും. മറ്റവൾക്കും രാത്രി ചില ദിവസമൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു വികാരം വരാറുണ്ട്. ഈ കല്യാണം കഴിച്ചവരാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. നമ്മൾ ഉറങ്ങി, ഭാര്യ എടുത്തുണ്ട്, ഒരു 12 അല്ലെങ്കിൽ 1 മണിക്ക് നമ്മൾ ഉണർന്ന്, നമുക്കപ്പോൾ ഒരു വികാരം വന്നിട്ടാണ് നമ്മൾ ഉണർന്നത്. നമ്മുടെ ലിംഗമൊക്കെ വലുതായിട്ടുണ്ടാവും. അപ്പോൾ ഭാര്യനെ കയറി ചുംബിക്കുമ്പോൾ അതൊരു പ്രത്യേക പ്രതിഭാസമാണ്. അവർ നമ്മളെ പ്രതീക്ഷിച്ച് കിടക്കണ പോലെ അവർ ഇങ്ങോട്ടും റിയാക്ട് ചെയ്യും. അപ്പോൾ എത്രയോ മിനിറ്റുകൾ മുമ്പ് അവരും ഉണർന്നിട്ടുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല അടുപ്പമുള്ളവർക്ക് ഇത് സംഭവിക്കുള്ളൂ, അപൂർവമായിട്ട്. നമ്മളവരെ കയറി ചുംബിക്കാനൊക്കെ തുടങ്ങുമ്പോൾ അവർ തട്ടി മാറ്റല്ല, അവരതിലേറെ ആവേശത്തോടുകൂടി നമ്മളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അതൊരു പ്രത്യേക സമയമാണ്. ആ സമയത്ത് നമുക്ക് ഇല്ലാത്ത വികാരം വരും, ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാനുള്ള ധൈര്യം അങ്ങനെയൊക്കെ വരും. അങ്ങനെ ഇവർ രണ്ടാളും ഒരു മുറിയിലാണ് കിടക്കുന്നത്. മുട്ടിയൊക്കെ ചിലപ്പോൾ കിടക്കലുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിലും എന്നുള്ളൊരാഗ്രഹം ഇവർക്ക് രണ്ടാൾക്കും ഉണ്ട്. അങ്ങനെ ഒരു ദിവസം നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ അതൊരു പ്രത്യേക വൈബിൽ ഈ ടീച്ചർ കുറച്ച് ധൈര്യം കാട്ടി ഇവളുടെ ചെവിയിൽ കൊണ്ടുപോയി മൂക്ക് മുട്ടിച്ചിട്ട്, നിന്നെ എന്തൊക്കെയോ ചെയ്യാൻ എനിക്ക് തോന്നണത്,
ഞാനൊരാണാണെങ്കിൽ നിന്നെ അങ്ങനെ ചെയ്താനെ ഇങ്ങനെ ചെയ്താനെ. അവരുടെ ചെവിയിൽ നാവൊക്കെ ഇട്ട് ഇങ്ങനെ ചുഴറ്റിയപ്പോൾ പെണ്ണിൻ്റെ കണ്ണൊക്കെ കൂമ്പി അടഞ്ഞ് പെണ്ണിനപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്നുള്ള മൂടായി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ടീഷർട്ടിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ട് നിപ്പിൾസൊക്കെ ഞെരണ്ടല് തുടങ്ങി. അപ്പോൾ രാത്രി ലൂസായിട്ടുള്ളൊരു ഷിമ്മയാണ് ഇതിൻ്റെ അടിയിലുള്ളത്. നിപ്പിൾസൊക്കെ ഞെരടിയപ്പോൾ പെൺകുട്ടിക്ക് എല്ലായിടത്തും നനയാൻ തുടങ്ങി. പിന്നെ ഈ ലെസ്ബിയൻ ചെയ്യണ മുതിർന്നവർക്കൊരു പ്രത്യേകത ഉണ്ട്, ഗീവ് ആൻഡ് ടേക്ക് പോളിസി. ആദ്യം പെണ്ണിന് നല്ലോണം നക്കി കൊടുത്തൊക്കെ വരുത്തും. പിന്നെ ഇവർ കിടന്നു കൊടുക്കുമ്പോൾ അവർക്ക് കണ്ടെടുക്കാൻ പറ്റില്ല. അതാണ് ഗീവ് ആൻഡ് ടേക്ക് പോളിസി. പിന്നെ കണ്ട് റെയിലുമ്മേ കയറി ഇതായിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊന്നുമില്ല. ആദ്യം ആർക്കാ വേണ്ട വെച്ചാൽ ചെയ്തു കൊടുക്കും. അങ്ങനെ ഫസ്റ്റിലെപ്പോഴും മുതിർന്ന ആളാണ് ചെയ്തു കൊടുക്കുക. അങ്ങനെ ഇവർ തമ്മിൽ ഇത് ആരംഭിച്ച് പിന്നെ മിക്ക ദിവസവും ഇവരിത് ചെയ്തിട്ടേ ഉറങ്ങുള്ളൂ. അങ്ങനെ ആയപ്പോൾ ഉണ്ട് ഇവളുടെ ഒരു ബന്ധു തൃശ്ശൂരിൽ നിന്ന് വന്ന് ഒരാഴ്ച 15 ദിവസം എന്തോ അവിടെ താമസിക്കാം. അവനെന്തോ ഒരു ട്രെയിനിങ്ങാണ്. ഇവൻ വന്നപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് ആകെ മാറി. അപ്പോൾ ഈ പെണ്ണ് ടീച്ചർ വീട്ടിൽ ഇറക്കാൻ കുറഞ്ഞ ട്രൗസറൊക്കെ ഇടൽ തുടങ്ങി. എന്നിട്ട് TV കാണാനിരിക്കുമ്പോൾ ഇവനും അതേപോലെ ബെർമുഡയൊക്കെ ഇട്ട് വന്നിരിക്കും തൊട്ടടുത്ത്. അപ്പം ഇവർ തമ്മിൽ ചെറുപ്പത്തിലേ ഉള്ള കളിക്കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ശരിക്ക് കളി. അങ്ങനെ ഇവൻ ടീച്ചറിനെ തോളത്ത് കൈയിടും, അടുത്തേക്ക് ചേർത്തിരുത്തും, കിസ് ചെയ്യും. അപ്പം മറ്റുള്ള അപ്പുറത്തിരിക്കുന്നുണ്ട്, ചെറിയ സോഫേൻ്റെ സൈഡിൽ സിംഗിൾ കസേരമേല അവളിരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ പറയും, വെറുതെ അവളെയും കൂടി കൊതിപ്പിക്കണ്ട, അവളെ പ്രാന്താക്കണ്ട എന്നൊക്കെ പറയും. അവളെ പ്രൊവോക്ക് ചെയ്യണ ഇവരുടെ ലക്ഷ്യം. ഏതായാലും ഇതിനെ അവളെ കൊതിപ്പിക്കണം, അവളിവിടെ വന്നിരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ച് അടുത്തിരുത്തി. അങ്ങനെ ഇവളെയും കളിക്കും, അവൻ ടീച്ചറേയും കളിക്കും. കാരണം ടീച്ചറെ ഇവളുടെ മുന്നിൽ നിന്ന് കളിച്ചു. അതോടുകൂടി ഇവളുടെ കൺട്രോൾ പോയി. അവളെ കിടത്തി ഇവനും കളിച്ചു. അവൻ പോകോളം കളി തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ബന്ധുവല്ല, വീട്ടുകാരൊക്കെ തമ്മിൽ കല്യാണം വിട്ടുന്ന അവിടെ നിന്നൊക്കെ കണ്ട് ഈ പെൺകുട്ടിക്ക് കല്യാണാലോചന വന്നത് ഇവളുടെ ഒരു റിലേറ്റീവാണ്. അപ്പോൾ നല്ലൊരു ചെക്കനൊക്കെയാണ്. അപ്പോൾ ഇവള് ടീച്ചറോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കള്ളി പൊളിക്കരുത്, ഈ കല്യാണം മുടക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞെന്താണെന്നാ, ഞാനത്ര പുണ്യാളത്തിയൊന്നുമല്ല, ഞാനും പറയൂല അന്ന് വന്നവനും പറയൂല നീ കല്യാണം കഴിച്ചോ. ഞാൻ കല്യാണം കഴിക്കുമ്പോഴും ഫ്രഷ് ഒന്നുമല്ല, അന്ന് നിന്നെ കളിച്ചില്ലേ, അവനാണ് എൻ്റെ സീല് പൊട്ടിച്ചത്. ഇത്രയൊക്കെയുള്ള ജീവിതം. കല്യാണത്തിന് മുമ്പ് കിട്ടണ ലാഭം, കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് ശരിക്ക് പണിയെടുത്ത് തരണില്ലെങ്കിൽ രഹസ്യമായിട്ട് കളിക്കണമെന്നുള്ള മെൻറ്റാലിറ്റി ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് നീ എൻ്റെ സൈഡ് പേടിക്കണ്ട, കുടുംബക്കാരെ നിശ്ചയിച്ച കല്യാണം നടക്കട്ടെ. നല്ലോണം കളിക്കണ ഭർത്താവാണെങ്കിൽ ഇതിവിടെ വെച്ച് നിർത്തിക്കോ. ഇല്ല, നമ്മൾ പഴയ, അതായത് ഇവള് പറഞ്ഞു കൊടുക്കണം, ലൈഫ് ഒന്നേ ഉള്ളൂ, ഞാൻ കാരണം നിൻ്റെ കല്യാണം മുടങ്ങൂല, നീ പേടിക്കണ്ട. ഇവള് കെട്ടിപ്പിടിച്ച് അവളെ ചുംബിച്ച് ആ കല്യാണം നടന്നു. എത്രയോ കാലമായി. ഒരാളും ആ സീക്രട്ട് പൊളിക്കാനും പോയില്ല, ബ്ലാക്ക് മെയിലിങ്ങും ഇല്ല, ഒന്നുമില്ല. അതാണ് വിവരമുള്ളവർ അങ്ങനെയാണ്. അല്ലാണ്ട് ഇത് പറഞ്ഞിപ്പോൾ ടീച്ചറിന് ഇത് പറയാനും പറ്റില്ല. ഈ ടീച്ചറിൻ്റെ സീക്രട്ട് അവൾക്കും അറിയാമല്ലോ. പക്ഷെ മുടക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേറെ ആരൊക്കെ ഉണ്ടെങ്കിലുമൊക്കെ മുടക്കിപ്പിക്കാം. പക്ഷേ ടീച്ചർ അത്ര ഒരു ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളല്ല. പിന്നെ അവർക്കും ഏജ് വല്ലാണ്ടില്ലല്ലോ, ജീവിതം എൻജോയ് ചെയ്യാം. അപ്പം അന്ന് ഈ വന്നില്ലേ ഈ ട്രെയിനിങ്ങിന് 15 ദിവസത്തിന്, അവനാൾ ജിമ്മാണ്, നല്ല ബോഡിയൊക്കെയാണ്. അവനീ പെൺകുട്ടിനെ കളിക്കാത്ത മോഡലില്ല, പല മോഡലിൽ നിർത്തിയും കിടത്തിയും ഒക്കെ ചെയ്തു കൊടുത്തത്. ആ പെണ്ണിന് ലൈഫിൽ കിട്ടിയ ബോണസാണത്. കാരണം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ. 3 ആളുകൾ ഒരുമിച്ചെടുത്തു. മനസ്സിലായോ? ഇതൊക്കെയാണ് ആ ലൈഫിൽ സംഭവിച്ചത്. അവർക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അത്രയൊക്കെ ഉള്ളു മനുഷ്യൻ്റെ ജീവിതം. ഞാനിതൊക്കെ നിങ്ങളെ ഒന്നും മിസ്ഗൈഡ് ചെയ്യല്ല. ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, അത്രമാത്രം. നമസ്കാരം.